കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് നമ്മളെല്ലാം ഞെട്ടിപ്പിച്ച ഒരു സംഭവം വേദനിപ്പിച്ച സംഭവം ശിശുക്ഷേമ സമിതിയിലുണ്ടായിരുന്നു. അവിടെ കുട്ടികൾക്കായി വൈദ്യപരിശോധന നടത്തുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. മെഡിക്കൽ ടീമാണ് പരിശോധന നടത്തുന്നത്. പരിശോധനയ്ക്കായി ശിശുരോഗ മാനസിക രോഗ വിദഗ്ധർ അടങ്ങിയ ടീമിനെ നിയോഗിക്കാൻ ആവശ്യപ്പെട്ട് CWC ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകും. ശിശുക്ഷേമ സമിതിയിലെ ആയമാർ കുട്ടികളെ ഉപദ്രവിച്ച പശ്ചാത്തലത്തിലാണ് ഈ പരിശോധന നടക്കുന്നത്. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി തിരുവനന്തപുരത്തെ ശിശുക്ഷേമ സമിതിയിൽ നിന്ന് തന്നെ ചേരുന്നുണ്ട്. രാഹുൽ, വളരെ പ്രധാനപ്പെട്ട ഒരു പരിശോധനയാണ്. കാരണം വേറെ ഏതെങ്കിലും രീതിയിൽ ഇതുപോലെ ഇത്തരം ക്രൂരതകൾ അവിടെ അരങ്ങേറിയിട്ടുണ്ടോ, അവരുടെ മാനസികാരോഗ്യമൊക്കെ കൃത്യമാണോ എന്ന് കൃത്യമായ ഇടവേളകൾ അതൊക്കെ പരിശോധിക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൻ്റെ പേരിലെങ്കിൽ ആ പരിശോധന നടക്കട്ടെ. അതെങ്ങനെയാണ് ആളുകളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? നിലവിൽ അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? എന്തായാലും വലിയൊരു തീരുമാനം, പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് CWCയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ CWC ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസർക്കാണ് കത്ത് നൽകിയിട്ടുള്ളത്. ഈ ഇത്തരത്തിൽ 3 ആയമാരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉയർത്തുന്നത് എത്ര കാലമായി ഇത്തരത്തിലൊരു പ്രവൃത്തി അവരുടെ ഭാഗത്ത് തുടർന്നു എന്നുള്ള വലിയ ചോദ്യമാണ് എല്ലാ ഭാഗത്തും ഉയർന്നത്. അതുകൂടാതെ ബാക്കി 2 ആയമാർക്ക് ഈ പറയുന്ന കുറ്റകൃത്യങ്ങൾ മറച്ചുവെച്ചു എന്ന് പറയുന്ന വലിയ ആരോപണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറ്റകൃത്യമാണ് അവർ നേരിടുന്നത്. ഇത് മറച്ചുവെച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എത്ര കാലമായി കുട്ടികൾ ഈ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഇരയാകുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ അത്തരത്തിൽ അത് മറികടക്കുക, അത് കണ്ടെത്തുക എന്നുള്ള രീതിയിൽ തന്നെയാണ് CWC ഇത്തരത്തിലൊരു കാര്യം മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് നിലവിലിപ്പോൾ കത്ത് നൽകിയിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. പ്രധാനമായും ശിശുരോഗ വിദഗ്ധരും മാനസിക രോഗ വിദഗ്ധരും ഉൾപ്പെടെയുള്ള സംഘം എത്തണം. അത്തരത്തിൽ കുട്ടികളെ പരിശോധിച്ചുകൊണ്ട് കൃത്യമായി അതിലൊരു തീരുമാനം, ഒരു റിപ്പോർട്ട് നൽകണം എന്നുള്ള തരത്തിലാണ് CWC കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് ഇപ്പോൾ CWC മുന്നോട്ട് വെച്ചിരിക്കുന്നത്. രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകിയത്. ഈ പറയുന്ന നിയമനങ്ങൾ അടക്കം എങ്ങനെ സംഭവിക്കുന്നതെന്ന് സംബന്ധിച്ച് നിരവധി വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുകയാണ്. ജില്ലയ്ക്ക് പുറത്തേക്കൊക്കെ പണിഷ്മെന്റായി സ്ഥലം മാറ്റിയ ആളുകൾ പോയ വേഗത്തിൽ തിരികെ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ പറഞ്ഞാണ്. ഇപ്പൊ ഈ പലരും, അതായത് ഇവരുടെ മോശം പെരുമാറ്റം മൂലം സസ്പെൻഷൻ കൊടുക്കുന്നു, ദിവസങ്ങളുടെയോ അല്ലെങ്കിൽ മാസങ്ങളുടെ ഇടവേളയിൽ അവർ തിരിച്ചു വരുന്നു. എല്ലാം ഈ രാഷ്ട്രീയ അതിപ്രസരം നമ്മുടെ നാട്ടിലെ ഓരോ സ്ഥാപനത്തെയും എങ്ങനെ നശിപ്പിക്കുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. ആരുമില്ലാത്ത കുഞ്ഞുങ്ങളെ പൊന്നുപോലെ നോക്കുക ഏറ്റവും വലിയ ആശയമായിരുന്നു. പക്ഷെ അതിന്റെ ആ നന്മയെ മുഴുവൻ ചോർത്തിക്കളയുന്ന നിലയിലാണ് ഈ രാഷ്ട്രീയ അതിപ്രസരം കൊണ്ടുള്ള നിയമനങ്ങൾ. അത് വലിയ ക്രൂരതകളിലേക്ക് വഴിവെക്കുന്നു. അതിനെയും സംരക്ഷിക്കാൻ ആളുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ശാപം.